ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി എനിക്ക് ചെമ്മീൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചു സൺഡേ അല്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ആദ്യം നന്നായി കഴുകി മഷിയൊക്കെ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ചൂടുവെള്ളത്തിൽ നന്നായി തിളപ്പിച്ചിട്ട് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി, എന്നിട്ട് നന്നായി പുരട്ടിയെടുക്കുക കേട്ടോ. കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായി വറക്കുക, മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി വറക്കുക, നന്നായി പുരട്ടിയിട്ട് നന്നായി വറക്കുക. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ മുളകും ഇഞ്ചിയും പേസ്റ്റ് അടിക്കുകയാണ് കേട്ടോ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ചെമ്മീൻ ഇളക്കുന്നുണ്ട്, നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കുന്നുണ്ട്, നമ്മൾ വറുത്ത് കോരി മാറ്റാണ് ചെമ്മീൻ കേട്ടോ. പിന്നെ ചെമ്മീൻ നന്നാക്കുമ്പോൾ സൂക്ഷിക്കണം, മഷിയൊക്കെ ഉണ്ടാകും, അത് നന്നായി കഴുകണം. നന്നാക്കുമ്പോൾ വയറുവേദനക്കും. പിന്നെ അതിൽ ചീഞ്ചട്ടിയിൽ നമ്മുടെ സബോള അരിഞ്ഞതിടുക, നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇടുക, നമ്മൾ നന്നായിട്ട് അരച്ചത് പേസ്റ്റ് ഇടുക. നന്നായി കണ്ടിന്യൂസ് ആയിട്ട് നന്നായി ഇളക്കുക. ഇതിപ്പോൾ അടിപിടിക്കും, അതല്ലാതെ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, അടിപിടിക്കും. നന്നായി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയൊക്കെ പിന്നെ അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഇളക്കുക. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇടുക, വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഞങ്ങളൊരു സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക, നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്. ഞങ്ങളൊരു സ്പൂണാണ് ഇട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അടിപിടിക്കും, നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടത് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടൊക്കെ ചെറുതായിട്ട് അടിപിടിക്കും. ഒരു ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഞങ്ങൾ 2-3 ടേബിൾ സ്പൂൺ ഇട്ടു. ഞങ്ങൾക്ക് എരിവ് അത്രയ്ക്ക് ഇഷ്ടമാണ് നന്നായിട്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളിടുക. അതുകഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കി വെച്ച് തക്കാളിയൊക്കെ ഇടുക. നമ്മൾ കുറച്ച് നന്നാക്കി വെച്ച് തക്കാളിയൊക്കെ ഇടുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല കറുത്ത കളറാവണം. എന്നിട്ട് അത് നന്നായി ഇളക്കിയിട്ട് അതിനകത്ത് ഞങ്ങൾ 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കറുത്ത കളറാവണം വരെ മസാല കറുത്ത്. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് ഇടുക, ആവശ്യത്തിന് കുരുമുളക് ഇടുക. ഞങ്ങളൊരു സ്പൂണാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെൻ്റെ ആവശ്യത്തിന് വെള്ളം ഞങ്ങളത് കുറച്ച് നമ്മൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ കൺസിസ്റ്റൻസിയിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, മസാല പോലെ. എന്നിട്ട് അത് നന്നായി ഹൈ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചുകൊണ്ടിരിക്കണത്. എന്നിട്ട് അതിൽ ഒരു സ്പൂൺ ഉപ്പിടുക കേട്ടോ. നമ്മൾ ഉപ്പിട്ട് എന്നാലും കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ട് ചെമ്മീൻ അതിലേക്ക് ഇടുക. അതുകൊണ്ട് നന്നായി ഇളക്കുക കേട്ടോ. ഇനിയാണ് ശരിക്കും നന്നായിട്ട് ഇളക്കേണ്ടത്. നമ്മളൊക്കെ കഴിഞ്ഞു, നന്നായി ഇളക്കുക. ഇനി കറക്റ്റ് ഡാർക്ക് കളറാവണം. നമ്മൾ ചെമ്മീനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡാർക്ക് കളറാവണം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഇളക്കാണ്ട് അടി പറ്റി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ നന്നായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, ചെമ്മീൻ നന്നാക്കുമ്പോൾ ആ കറുത്ത മഷി കാര്യങ്ങളൊക്കെ നന്നായി കഴുകണം, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ പിടിക്കും. അതിൽ വയറുവേദന പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബായ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ബായ്.